പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു വൃദ്ധനായ വിറകുവെട്ടുകാരൻ താമസിച്ചിരുന്നു. അയാളും കുടുംബവും വളരെയധികം ദാരിദ്ര്യത്തിൽ ആണ് ജീവിതം നയിച്ചത്. അയാൾക്ക് ഒരു വെളുത്ത കുതിര ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിലേ ആ കുതിര അവരുടെ കൂടെ താമസിച്ചു. ആ കുതിര ഒരു വിശേഷപ്പെട്ട ഇനം ആയിരുന്നു. അതുപോലുള്ള വളരെ കുറച്ചു കുതിരകൾ മാത്രമേ ആ രാജ്യത്തുണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ വെള്ള കുതിര വൃദ്ധന്റെ പക്കൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു കാരണം കൊണ്ട് ആ വൃദ്ധനും കുടുംബവും ആ രാജ്യത്തിൽ പ്രശസ്തരായിരുന്നു. രാജ്യത്തെ രാജാവിനുപോലും ആ വൃദ്ധനോട് അസൂയ ഉണ്ടായിരുന്നു. വൃദ്ധനും ഭാര്യയും അവരുടെ ഒരേയൊരു മകനും പിന്നെ ആ കുതിരയും ചേർന്നതായിരുന്നു അവരുടെ കുടുംബം. ഒരു ദിവസം വൃദ്ധൻ രാവിലെ എഴുന്നേറ്റു നോക്കിയപ്പോൾ വെള്ളക്കുതിരയെ അവിടെയെങ്ങും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ ഉള്ള ആളുകൾ പല അഭിപ്രായങ്ങളും അയാളോട് പറയാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു, നിങ്ങൾക്കു ആ കുതിരയെ രാജാവിന് വിൽക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും കുടുംബത്തിനും ധനികരായി ജീവിക്കാമായിരുന്നു. ഇനിയിപ്പോൾ കുതിരയും ഇല്ല, നിങ്ങൾക്കു കഷ്ടകാലം തന്നെ. ആളുകളെല്ലാം അയാളുടെ ഭാഗ്യദോഷമായി കണ്ടു പലതും പറഞ്ഞപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, കുതിരയെ നഷ്ടപ്പെട്ടത് ചിലപ്പോൾ മറ്റേതെങ്കിലും ഭാഗ്യത്തിനാവാം. എന്തായാലും ഞങ്ങൾ വിഷമിക്കുന്നില്ല. ആളുകൾ അപ്പോഴും അയാളുടെ മണ്ടത്തരവും ദൗർഭാഗ്യവുമായി തന്നെ നടന്ന സംഭവത്തെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം നഷ്ടപ്പെട്ടെന്നു കരുതിയ വെള്ളക്കുതിര തിരിച്ചെത്തി. അതിനെ ആരും മോഷ്ടിച്ചതായിരുന്നില്ല. അത് കാട്ടിൽ അലഞ്ഞു തിരിയുകയായിരുന്നു. ഇതൊന്നുമല്ല രസം. ആ കുതിരയുടെ കൂടെ അതേ വർഗത്തിൽപ്പെട്ട 10 കുതിരകൾ കൂടി കാട്ടിൽ നിന്നും വന്നിരിക്കുന്നു. ഇപ്പോൾ അവിടെയുള്ള ആളുകൾ കുതിരയെ നഷ്ടപ്പെട്ടത് അയാളുടെ ഭാഗ്യമായി കരുതി സംസാരിക്കാൻ തുടങ്ങി. ചിലർ അയാൾക്ക് ഇനി കുതിര കച്ചവടം ചെയ്തു ധനികനാകാം എന്നും പറഞ്ഞു. അയാൾ ഈ സംസാരങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അയാളുടെ ജോലി തുടർന്നു. 2 ദിവസങ്ങൾക്കു ശേഷം വൃദ്ധന്റെ ഏകമകൻ കാട്ടുകുതിരകളിൽ ഒന്നിനെ മെരുക്കാൻ ശ്രമിച്ചപ്പോൾ അവന്റെ കാലുകൾ ഒടിഞ്ഞു. ഇതുകണ്ട ആളുകൾ വീണ്ടും അവരുടെ ഭാഗ്യദോഷത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴും വൃദ്ധൻ മൗനം പാലിച്ചു തന്റെ ജോലികൾ തുടർന്നു. കുറച്ചു ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ അയൽരാജ്യത്തിന്റെ സേന ഇവരുടെ രാജ്യത്തെ ആക്രമിച്ചു. പെട്ടെന്നുള്ള ആക്രമണമായതിനാൽ ഈ രാജ്യത്തെ സൈന്യത്തിന്റെ നല്ലൊരു ഭാഗം ഇല്ലാതായി. അതുകൊണ്ടുതന്നെ യുവാക്കളെ ബലമായി സൈന്യത്തിലേക്കു ചേർക്കാൻ തുടങ്ങി. വൃദ്ധന്റെ മകന്റെ കാലുകൾ ഒടിഞ്ഞതിനാൽ അവനെ ഒഴിവാക്കി. ഇതറിഞ്ഞ ആളുകൾ വീണ്ടും വൃദ്ധന്റെയും കുടുംബത്തിന്റെയും ഭാഗ്യമായി സംസാരിക്കാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ മകന്റെ അപകടം ഒരു ഭാഗ്യം തന്നെ. ഞങ്ങളുടെയെല്ലാം മക്കൾ യുദ്ധത്തിനു ശേഷം തിരിച്ചെത്തുമോ എന്നറിയില്ല. വൃദ്ധൻ അപ്പോഴും എല്ലാം കേട്ടുകൊണ്ട് തന്റെ ജോലി ശ്രദ്ധയോടെ ചെയ്തു. ആരുടെ ജീവിതത്തിൽ തിരഞ്ഞാലും സംഭവിക്കുന്ന കാര്യം എന്താണെന്നോ അതിന്റെ ഫലം എന്താണെന്നോ അറിയാൻ കഴിയില്ല. ജീവിതത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രം നോക്കി നല്ലതും ചീത്തയും വിലയിരുത്തുന്നത് ഒരു വരി മാത്രം വായിച്ചു പുസ്തകത്തെ വിലയിരുത്തുന്നതുപോലെയാണ്. ഓരോ കാര്യത്തെയും ഭാഗ്യ നിർഭാഗ്യങ്ങളായി വിലയിരുത്താതെ അവരവരുടെ കർത്തവ്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ടു പോയാൽ എല്ലാ സമയത്തും സന്തോഷം കണ്ടെത്താം. ലാഭവും നഷ്ടവും ഭാഗ്യവും നിർഭാഗ്യവും എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതെയിരിക്കുമ്പോൾ ഒരു ചെറിയ സമയത്തെ സംഭവത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ജീവിതം നല്ലതാണോ ചീത്തയാണോ എന്നെങ്ങനെ വിലയിരുത്താൻ കഴിയും? പലപ്പോഴും അർത്ഥശൂന്യമായ വിധികൾ നൽകി ആളുകൾ അസ്വസ്ഥരാവുന്നു. ജീവിതത്തിലെ ചെറിയ സംഭവങ്ങളെക്കുറിച്ച് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിനുപകരം ജീവിതം സന്തോഷത്തോടെ തുടർന്ന് നിങ്ങളുടെ ജോലി തുടരുക. ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയുന്നതിൽ ശ്രദ്ധവച്ചാൽ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായി തുടങ്ങും. അതുകൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അത് എപ്പോഴും നിങ്ങൾക്കു ശരിയായ സന്തോഷം നൽകും. ജീവിതത്തെ ഒരു പിയാനോ ആയി കാണാം. അതിൽ വെള്ള കീസ് സന്തോഷമായും കറുത്ത കീസ് ദുഃഖമായും എടുക്കാം. നല്ല സംഗീതം ആസ്വദിക്കണമെങ്കിൽ വെള്ള കീസും കറുത്ത കീസും ഒരുപോലെ ഉപയോഗിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഈ 2 ഭാഗത്തുകൂടെയും എല്ലാവർക്കും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സ് ഒന്നിലും ഉറപ്പിക്കാതെ 2 സമയത്തെയും ആസ്വദിച്ചുകൊണ്ട് മുന്നേറാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ.